ഇത് 1991 യൂറോപ്യൻ മുസ്ലിം ജനസംഖ്യാ മാപ്പാണ്. ഇത് 2010 ഇത് 2024 1991 നിന്നും 2024 ഈ മുസ്ലിം ജനസംഖ്യാ വർധനവ് യൂറോപ്പിനെ പുകയുന്ന അഗ്നിപർവ്വതമാക്കിയിരിക്കുന്നു. യൂറോപ്പിൽ മുസ്ലിം അല്ലാത്ത ഒരു സ്ത്രീ 1.46 കുട്ടികൾക്ക് ജന്മം നൽകുമ്പോൾ കുടിയേറ്റക്കാരിയായ മുസ്ലിം സ്ത്രീ 2.6 കുട്ടികളെ പ്രസവിക്കുന്നു. 10 വർഷം കൊണ്ട് യൂറോപ്പിൽ മുസ്ലിങ്ങൾ ജനസംഖ്യയിൽ ഇരട്ടിയാകുന്നു. യൂറോപ്യൻ തീവ്ര വലതുപക്ഷ ദേശീയവാദികൾ കഴിഞ്ഞ 20 വർഷത്തിലേറെയായി മുസ്ലിങ്ങൾ പെറ്റുപെരുകുന്നു എന്ന ആരോപണം സമർത്ഥിക്കാൻ ഉപയോഗിക്കുന്നത് ഫെർട്ടിലിറ്റി റേറ്റിലെ വ്യത്യാസമാണ്. ഇതൊരു സൂചന മാത്രമാണ്. പ്യൂ റിസർച്ചിന്റെ കണക്കിൽ തുർക്കി മാറ്റി നിർത്തിയാൽ 1990 യൂറോപ്പിലെ മുസ്ലിം ജനസംഖ്യ 3 കോടിയിൽ താഴെയാണ്. കൃത്യമായി 29.6 മില്യൺ. 2000 ആണ്ടിൽ ഇത് 31 മില്യൺ. 2010 44.1 മില്യൺ. 2020 51.6 മില്യൺ. 2024 5,30,00,000 മുസ്ലിങ്ങൾ യൂറോപ്പിലുണ്ട്. 34 വർഷം കൊണ്ടാണ് ഇരട്ടിച്ചത്. ഫാർ റൈറ്റ് ഗ്രൂപ്പുകൾ പറയും പോലെ 10 വർഷം കൊണ്ടല്ല. മുസ്ലിം വിരുദ്ധനും വലതുപക്ഷ ചിന്തകനുമായ ബ്രൂസ് ബോവറിന്റെ വൈൽ യൂറോപ്പ് സ്ലെപ്റ്റ് എന്ന പുസ്തകത്തിൽ യൂറോപ്പിന് സമകാലിക ഇസ്ലാമിനോടുള്ള കഴിഞ്ഞ 20 വർഷത്തെ വലതുപക്ഷ നിലപാട് കാച്ചിക്കുറുക്കി വെച്ചൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കോട്സ് ഒടുക്കം വ്യക്തമാകുന്നത് യൂറോപ്പിന്റെ ശത്രു ഇസ്ലാമോ റാഡിക്കൽ ഇസ്ലാമോ പോലുമല്ല. അതിന്റെ ശത്രു അതിനുള്ളിൽ തന്നെയാണ്. സ്വയം നശിപ്പിക്കുന്നതിന്റെ നിഷ്ക്രിയത്വം, മുസ്ലിം ആൾക്കൂട്ട ഹുങ്കിനോടുള്ള മൃദുത്വം, സുഖിപ്പിക്കുന്നതിന്റെ രാഷ്ട്രീയ നിലപാട്. പിന്നെ ഏറ്റവും മുഖ്യം, തങ്ങളുടെ പ്രധാന ശത്രുവായ റാഡിക്കൽ ഇസ്ലാമിനെതിരെ അമേരിക്ക നടത്തിയ ധീരമായ ചെറുത്തുനിൽപ്പ് യൂറോപ്പിന് ഉൾക്കൊള്ളാനോ അത് പിന്തുടരാനോ സാധിച്ചില്ല. അതാണ് പറഞ്ഞത്, കാര്യങ്ങൾ ഇത്രയും വഷളാണ്. യൂറോപ്പിൽ ഇസ്ലാമിനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമാക്കി മാറ്റി ഒറ്റപ്പെടുത്താനുള്ള നീക്കങ്ങൾ സംഘടിത രൂപം പ്രാപിച്ചിട്ട് നാളേറെയായി. 12 രാജ്യങ്ങളുടെ പാർലമെന്റുകളിലായി 23% യൂറോപ്യൻ വെള്ളക്കാരുടെ വോട്ടും ഈ വലതുപക്ഷം നേടിക്കഴിഞ്ഞു. യൂറോപ്പിൽ 5 വിഭാഗം മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്. ചരിത്രപരമായ കാരണങ്ങളാൽ 15 തലമുറകളായി യൂറോപ്യന്മാരായി തന്നെ ജീവിക്കുന്ന മുസ്ലിങ്ങളാണ് ആദ്യത്തേത്. 99% മുസ്ലിങ്ങളുള്ള തുർക്കി, 95.6% മുസ്ലിങ്ങളുള്ള കൊസോവോ, ജനസംഖ്യയിൽ പകുതിയിലേറെ മുസ്ലിങ്ങളുള്ള അൽബേനിയ, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, 32% മുസ്ലിം ജനസംഖ്യയുള്ള നോർത്ത് മാസിഡോണിയ, 24% സൈപ്രസ്, 18% മോണ്ടിനെഗ്രോ, 12% മുസ്ലിങ്ങളുള്ള റഷ്യ എന്നിവിടങ്ങളിൽ ഈ മുസ്ലിം പോപ്പുലേഷൻ ചിതറിക്കിടക്കുന്നു. യൂറോപ്പിലെ ആകെ മുസ്ലിം ജനസംഖ്യയുടെ 82%-ലേറെ വരും ഇത്. രണ്ടാമത്തെ മുസ്ലിം പോപ്പുലേഷൻ ക്ലസ്റ്റർ തീർച്ചയായും കുടിയേറ്റക്കാരാണ്. ജോലി, വിദ്യാഭ്യാസം, കുടുംബവുമായി ഒന്നിക്കൽ തുടങ്ങിയ കാരണങ്ങളാൽ കുടിയേറിയവർ. മൂന്നാമത്തേത് ഇറാനിൽ നിന്നടക്കം യൂറോപ്പിൽ രാഷ്ട്രീയ അഭയം തേടിയ മുസ്ലിങ്ങൾ. നാലാമത്തേത് സാധാരണക്കാരായ അഭയാർത്ഥികൾ. അഞ്ചാമത്തേത് അഭയാർത്ഥി എന്ന പേര് പോലും നിഷേധിക്കപ്പെട്ട് കൺഫൈൻമെന്റ് സെന്ററുകളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നവർ. അവസാനം പറഞ്ഞ 4 പോപ്പുലേഷൻ ക്ലസ്റ്ററുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഫാർ റൈറ്റ്. തീവ്ര ദേശീയവാദികൾക്ക് പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകിയിരിക്കുന്ന ഓമന പേരാണ് ഫാർ റൈറ്റ്. ഈ തീവ്ര വലതുപക്ഷമാണ് ഇസ്ലാമിനെ കഴിഞ്ഞ 20 വർഷമായി യൂറോപ്യൻ റാഡിക്കൽ ഇസ്ലാം എന്ന ഒരൊറ്റ കോളത്തിലേക്ക് ഒതുക്കി ഏകപക്ഷീയമായി ആക്രമിക്കുന്നത്. 2001 9/11 വരെ ഒരു ഗൂഹ്യരോഗം പോലെ ഒതുക്കി വെച്ചിരുന്ന ആക്രോശങ്ങൾ കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി പരസ്യമായി പ്രത്യക്ഷപ്പെടുകയും അത് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കടക്കം കടന്നുകയറുകയും ചെയ്തു. യൂറോപ്പിനെ അധിനിവേശിക്കുന്ന ഇസ്ലാമിനെ പിടിച്ചു നിർത്തുക എന്ന ഒറ്റ ലക്ഷ്യം പേറുന്ന 12 ഫാർ റൈറ്റ് പാർട്ടികളും 30-ലേറെ പാസീവ് പൊളിറ്റിക്കൽ ഗ്രൂപ്പുകളുമുണ്ട് ഇന്ന് യൂറോപ്പിൽ. 2010 വരെ യൂറോപ്യൻ രാജ്യങ്ങളുടെ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ സജീവമല്ലാതിരുന്ന ഇവർ കഴിഞ്ഞ 14 വർഷത്തിനിടെ യൂറോപ്യൻ ജനതയിൽ 23% പേരുടെ വോട്ട് നേടുന്ന തരത്തിലെത്തിയത് ഇസ്ലാമിനെ റാഡിക്കൽ ഇസ്ലാം എന്ന് മാത്രം വിശേഷിപ്പിച്ച് വെറുപ്പ് പ്രസരിപ്പിച്ചാണ്. ഫ്രാൻസിൽ നാഷണൽ റാലി റെക്കോൺഷെ എന്നീ പാർട്ടികൾ, ഇംഗ്ലണ്ടിലെ പാട്രിയോട്ടിക് ആൾട്ടർനേറ്റീവ് പാർട്ടി, ജർമ്മനിയിലെ FD പാർട്ടി, നെതർലൻഡ്സിലെ പാർട്ടി ഫോർ ഫ്രീഡം, ബെൽജിയത്തിലെ ന്യൂ ഫ്ലെമിഷ് അലയൻസ് വ്ലാംസ് ബെലാങ് പാർട്ടികൾ, ഓസ്ട്രിയയിലെ ഫ്രീഡം പാർട്ടി ഓഫ് ഓസ്ട്രിയ, ഇറ്റലിയിലെ ബ്രദേഴ്സ് ഓഫ് ഇറ്റലി, ഗ്രീസിലെ സ്പാർട്ടൻസ് പാർട്ടി, സ്പെയിനിലെ വോക്സ് പാർട്ടി, പോർച്ചുഗലിലെ ഷേഗ, സ്വിറ്റ്സർലാൻഡിലെ സ്വിസ് പീപ്പിൾസ് പാർട്ടി, ക്രൊയേഷ്യയിലെ ഹോംലാൻഡ് മൂവ്മെന്റ് തുടങ്ങി 70ഓളം തീവ്ര വലതുപക്ഷ പാർട്ടികളുടെ 1ാം നമ്പർ ശത്രു മുസ്ലിം കുടിയേറ്റമാണ്. വെറുതെ ഒരു പാർട്ടി രൂപീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇടുന്ന ശൈലിയൊക്കെ ഇവരെന്നെ മാറ്റി. ഈ പാർട്ടികൾക്കെല്ലാം അതത് രാജ്യങ്ങളുടെ പാർലമെന്റിൽ 10-നും 30-നും ഇടയ്ക്ക് ശതമാനം വോട്ടുണ്ട്. ചിലയിടങ്ങളിൽ പ്രധാന പ്രതിപക്ഷമാണ്. 2023 മാത്രം 300 മില്യൺ യൂറോ ഫണ്ടിംഗ് ലഭിച്ച പാർട്ടികളാണ്. ഇനി കണക്കുകൾ. ഇതാണ് 1991 ലോകക്രമം. കുവൈറ്റ് യുദ്ധത്തിൽ തോറ്റതോടെ ഇറാഖിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നു. ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹവും കൂടി. ഏതാണ്ട് ഇതേ സമയം കിഴക്കൻ യൂറോപ്പിലെ യുദ്ധമേഖലകളിൽ നിന്നും, പ്രത്യേകിച്ച് കൊസോവോ, ബൾഗേറിയ, അർമേനിയ, അൽബേനിയ, ബോസ്നിയ, ചെച്നിയ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം വടക്കു പടിഞ്ഞാറൻ യൂറോപ്പിലേക്ക് മുസ്ലിം അഭയാർത്ഥികൾ ഒഴുകി തുടങ്ങി. 1996 വരെ കിഴക്കൻ യൂറോപ്പിലെ കാരുണ്യമില്ലാത്ത യുദ്ധമേഖലകളിൽ നിന്നെല്ലാം യൂറോപ്യൻ ഹാർട്ട്ലാൻഡിലേക്ക് ഈ ഒഴുക്ക് തുടർന്നു. 7.5 ലക്ഷം മുസ്ലിം അഭയാർത്ഥികൾ. ഇംഗ്ലണ്ട്, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, പോളണ്ട്, നെതർലൻഡ്സ്, ബെൽജിയം, ഓസ്ട്രിയ, സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളാണ് ഇവരിൽ ഭൂരിപക്ഷത്തെയും സ്വീകരിച്ചത്. 1991 29.6 മില്യൺ ആയിരുന്ന യൂറോപ്പിലെ കുടിയേറ്റ മുസ്ലിം ജനസംഖ്യ 2000 ആണ്ടിലെത്തിയപ്പോൾ 31 മില്യണായി.
ആകെ യൂറോപ്യൻ ജനസംഖ്യയുടെ 5.1%. 2 മില്യണിൽ താഴെ മാത്രം വർധന. ഇതിൽ ഏഷ്യൻ, ആഫ്രിക്കൻ, തെക്കേ അമേരിക്കൻ വൻകരകളിൽ നിന്നും 10 ലക്ഷത്തോളം മുസ്ലിങ്ങൾ യൂറോപ്പിലേക്ക് പുതുതായി വന്നു ചേർന്നു. 10 ലക്ഷത്തിൽ താഴെ മാത്രം മുസ്ലിം പ്രസവങ്ങളും. മുസ്ലിം ജനന നിരക്ക് 2.65. 2010 ഈ കണക്കുകളിൽ വലിയ മാറ്റമുണ്ടായി. 10 വർഷം കൊണ്ട് യൂറോപ്പിലെ മുസ്ലിം ജനസംഖ്യ 1.25 കോടിയോളം വർദ്ധിച്ചു. ആകെ ജനസംഖ്യ 44.1 മില്യൺ. യൂറോപ്യൻ ജനസംഖ്യയുടെ 6% മുസ്ലിങ്ങൾ. അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ആഫ്രിക്കയിൽ നിന്നും മെഡിറ്ററേനിയൻ മുറിച്ചു കടന്ന് യൂറോപ്പിലേക്ക് അനധികൃത കുടിയേറ്റ ബോട്ടുകൾ നിരനിരയായി പുറപ്പെട്ടു തുടങ്ങിയത് അപ്പോൾ മുതലാണ്. ഇതിനു പുറമെ തുർക്കിയിൽ നിന്നും 3 മില്യൺ മുസ്ലിങ്ങൾ യൂറോപ്യൻ ഹാർട്ട്ലാൻഡിലേക്ക് കുടിയേറി. ആഭ്യന്തര യുദ്ധം കൊടുമ്പിരിക്കൊണ്ട സിറിയ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പഴയ സോവിയറ്റ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം യൂറോപ്പിലേക്ക് ഒഴുക്ക് തുടർന്നു. ഇറാനിൽ നിന്നും 1 മില്യണോളം രാഷ്ട്രീയ അഭയാർത്ഥികൾ എത്തി. അതേസമയം മുസ്ലിം ജനന നിരക്ക് കുറഞ്ഞ് 2.43 2010 മുതൽ 2020 വരെയുള്ള 10 വർഷങ്ങളിൽ 7 മില്യൺ മാത്രമായിരുന്നു യൂറോപ്പിൽ മുസ്ലിം ജനസംഖ്യയിലെ വർധന. ആകെ മുസ്ലിം പോപ്പുലേഷൻ 51.6 മില്യൺ. യൂറോപ്യൻ ജനസംഖ്യയുടെ 7%. ജർമ്മനി, ഫ്രാൻസ്, നെതർലൻഡ്സ്, ബെൽജിയം, UK എന്നീ രാജ്യങ്ങൾ കുടിയേറ്റ നിരോധന നിയമം കർശനമാക്കിയതായിരുന്നു കാരണം. ഇന്ന് ഈ ദിവസം യൂറോപ്പിൽ 53.7 മില്യൺ മുസ്ലിങ്ങളുണ്ട്. ഫ്രാൻസിലാണ് ഏറ്റവും കൂടുതൽ 5.72 മില്യൺ മുസ്ലിങ്ങൾ. 4.95 മില്യണുമായി ജർമ്മനി 2ാം സ്ഥാനത്തും 4.13 മില്യണുമായി UK 3ാം സ്ഥാനത്തുമാണ്. ഇതാണ് അടിസ്ഥാന കണക്ക്. ഇനി താരതമ്യം. 1990 മുതൽ 2020 വരെയുള്ള പോപ്പുലേഷൻ ഗ്രാഫിലെ വ്യത്യാസം നോക്കൂ. 1990 യൂറോപ്പിൽ മുസ്ലിങ്ങളല്ലാത്ത 69.68 കോടി പേരുണ്ടായിരുന്നു. ആകെ ജനസംഖ്യയുടെ 95.9%. 30 വർഷം കഴിഞ്ഞപ്പോൾ അത് 66.80 നോൺ മുസ്ലിങ്ങളായി കുറഞ്ഞു. 2.88 പേരുടെ കുറവാണ് ജനസംഖ്യയിൽ രേഖപ്പെടുത്തിയത്. ഏതാണ്ട് ഇത്രയും പേർ മുസ്ലിം ജനസംഖ്യയിൽ വർദ്ധിക്കുകയും ചെയ്തു. 2 കാര്യങ്ങളാണ് ഫാർ റൈറ്റ് ഗ്രൂപ്പുകൾ ഇതിന് കാരണമായി പറയുന്നത്. ഒന്ന്, ഇസ്ലാമിലേക്ക് അനിയന്ത്രിതമായി മതം മാറ്റം നടക്കുന്നുവെന്നും രണ്ടാമത്തെ കാരണം യൂറോപ്പിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരു സ്ത്രീ 3 പ്രസവം എന്നത് നിർബന്ധമാക്കിയെന്നതും. എന്നാൽ രണ്ടിന്റെയും യാഥാർത്ഥ്യം തികച്ചും വ്യത്യസ്തമാണ്. മതം മാറ്റൽ ആരോപണം പരിശോധിക്കാം. യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളിലും നിർബന്ധിത മതം മാറ്റം കുറ്റകരമാണ്. മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാനുള്ള പൗരസ്ത്യ സംഘടനകളുടെ കണക്ക് പ്രകാരം യൂറോപ്പിലെ മുസ്ലിങ്ങളിൽ 2 ലക്ഷം മുതൽ 3,20,000 പേർ വരെ ഇത്തരത്തിൽ മറ്റ് മതങ്ങളിൽ നിന്നും ഇസ്ലാം മതം സ്വീകരിച്ചെത്തിയവരാണ്. യൂറോപ്പിലെ ആകെ മുസ്ലിം ജനസംഖ്യയുടെ 2% താഴെ മാത്രമാണിത്. ഫാർ റൈറ്റ് ഗ്രൂപ്പുകൾ അവകാശപ്പെടും പോലെ 15% മുസ്ലിങ്ങളും കൺവേർട്ടഡ് അല്ല. UK കഴിഞ്ഞ 10 വർഷത്തിനിടെ 1 ലക്ഷം പേർ ഇസ്ലാം മതം സ്വീകരിച്ചുവെന്നാണ് ജെറുസലേം പോസ്റ്റ് പറയുന്നത്. ഒരു വർഷം 5000 പേർ UK ഇസ്ലാം മതം സ്വീകരിക്കുന്നുവെന്ന് ദി ഗാർഡിയൻ പത്രവും റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ സാധാരണമായ കൺവേർഷൻ ശരാശരി മാത്രം. ഇതിലും എത്രയോ ഇരട്ടി പേർ ക്രിസ്തുമതത്തിലേക്ക് കൺവേർട്ടഡ് ആകുന്നു എന്നത് ഫാർ റൈറ്റ് ഗ്രൂപ്പുകൾ പറയാറില്ല. യൂറോപ്പിലെ ഏറ്റവും വേഗം വളരുന്ന മതം ബുദ്ധമതമാണെന്ന ഡാറ്റയും പുറത്തായിട്ടുണ്ട്. ഇനി ജനന നിരക്ക്. വിശ്വാസപരമായ കാരണങ്ങളാൽ മുസ്ലിങ്ങൾക്കിടയിൽ ജനന നിയന്ത്രണം പ്രാവർത്തികമാകാറില്ല എന്നത് യാഥാർത്ഥ്യമാണ്. മുസ്ലിം സ്ത്രീകൾക്ക് ശരാശരി 2 കുട്ടികളിൽ അധികമുണ്ട് എന്നത് ഫാർ റൈറ്റ് ആരോപിക്കാറുണ്ട്. 1990 2.6 ആയിരുന്നു യൂറോപ്യൻ മുസ്ലിങ്ങൾക്കിടയിലെ ജനന നിരക്ക്. എന്നാൽ ഇത് പടിപടിയായി കുറയുന്നതാണ് നിലവിൽ കാണുന്നത്. 2010 2.4 ആയും 2020 എത്തുമ്പോൾ 2.1 ആയും ജനന നിരക്ക് കുറയുന്നുണ്ടെന്ന് UN പോപ്പുലേഷൻ ഡാറ്റ സെർവർ കാണിക്കുന്നു. വളരെ നേരത്തെ വിവാഹിതരായി കുടുംബജീവിതം ആരംഭിച്ചിരുന്ന മുസ്ലിം സ്ത്രീകൾ ഇപ്പോൾ വിദ്യാഭ്യാസത്തിനും കരിയറിനും പ്രാമുഖ്യം നൽകുന്നതാണ് കാരണം. ഇനി ഈ ഗ്രാഫ് ഒന്ന് കാണൂ. കുടിയേറ്റം സമ്പൂർണ്ണമായി നിരോധിച്ചാൽ 2050 യൂറോപ്പിലെ മുസ്ലിം ജനസംഖ്യ നിലവിലെ 53 മില്യണിൽ നിന്നും 35.8 മില്യണായി കുറയുമെന്ന് പ്യൂ റിസർച്ച് പറയുന്നു. മുസ്ലിം ജനന നിരക്ക് കുത്തനെ കുറയുന്നതാണ് കാരണം. മീഡിയം മൈഗ്രേഷൻ അനുവദിച്ചാൽ 2050 യൂറോപ്പിൽ 57.9 മില്യൺ മുസ്ലിങ്ങൾ ഉണ്ടാകും. യാതൊരു നിയന്ത്രണവുമില്ലാതെ കുടിയേറ്റം തുടർന്നാൽ പോലും 2050 യൂറോപ്പിൽ 75.6 മില്യൺ മുസ്ലിങ്ങളെ ഉണ്ടാകൂ എന്നാണ് പ്യൂ റിസർച്ച് ഡാറ്റ. തീവ്ര വലതുപക്ഷം പറയും പോലെ 2050 മുസ്ലിം ജനവിഭാഗം യൂറോപ്പിൽ മജോറിറ്റി ആകുമെന്ന ആശങ്ക അതിവിദൂരമാണ്. കാരണം 2050 യൂറോപ്പിലെ നോൺ മുസ്ലിം ജനസംഖ്യ പ്രൊജക്ഷൻ ഒന്ന് നോക്കൂ. കുടിയേറ്റക്കാർ, വിശിഷ്യ മുസ്ലിങ്ങൾ രാജ്യത്തിന്റെ വിഭവങ്ങളിൽ ഭൂരിഭാഗവും ഉപയോഗിച്ചു തീർക്കുന്നു എന്ന വാദവും യൂറോപ്പിലെ തീവ്ര ദേശീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. എന്നാൽ വിവിധ ഡാറ്റകൾ പരിശോധിച്ചാൽ ഇത് അവാസ്തവമാണെന്ന് കാണാം. യൂറോപ്പിലെ വർക്ക് പെർമിറ്റും പെർമനന്റ് റെസിഡൻസ് സ്റ്റാറ്റസുമുള്ള മുസ്ലിങ്ങൾക്കിടയിൽ നടത്തിയ പഠനത്തിൽ ദാരിദ്ര്യത്തിന്റെ തോത് 22%. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ 19% ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. 39% മുസ്ലിം വൃദ്ധർക്കും റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളില്ല. യൂറോപ്പിലെ വൈറ്റ് കോളർ ജോലികളിൽ മുസ്ലിം പ്രാതിനിധ്യം 1% താഴെ മാത്രം. ഡ്രൈവർ, വഴിയോര വിൽപ്പനക്കാർ, നിർമ്മാണ തൊഴിലാളികൾ, റെസ്റ്റോറന്റ് ജീവനക്കാർ തുടങ്ങിയ അടിസ്ഥാന തൊഴിൽ മേഖലകളിലാണ് അവരിലേറെ പേരെയും കാണാനാവുക. യൂറോപ്പിൽ മണിക്കൂറിന് ശരാശരി 31 യൂറോ എന്ന അടിസ്ഥാന വേതനം മിക്ക മുസ്ലിം കുടിയേറ്റക്കാരുടെയും കാര്യത്തിൽ നടപ്പാകാറില്ല. മുസ്ലിം അഭയാർത്ഥികളിൽ 50%-ലേറെ പേരും ജീവിക്കുന്നത് സർക്കാർ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ്. കുടിയേറ്റ നിയമലംഘനങ്ങളുടെ പേരിൽ മുസ്ലിം പോപ്പുലേഷന്റെ 1.5%-ലേറെ പേർ യൂറോപ്പിലെ വിവിധ ജയിലുകളിലാണ് എന്നതും ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ്. യൂറോപ്യൻ ഹാർട്ട്ലാൻഡിലെ 9 പ്രമുഖ രാജ്യങ്ങളിൽ രാഷ്ട്രീയ രംഗത്ത് മുസ്ലിം പ്രാതിനിധ്യം നാമമാത്രമാണ്. ഉദാഹരണത്തിന് 55 ലക്ഷം മുസ്ലിങ്ങളുള്ള ജർമ്മനിയിലെ പാർലമെന്റിൽ ആകെയുള്ളത് 3 മുസ്ലിം ജനപ്രതിനിധികളാണ്. ഫ്രാൻസിലും UK-യിലും നെതർലൻഡ്സിലുമെല്ലാം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ 1% താഴെയാണ് മുസ്ലിം പ്രാതിനിധ്യം. തങ്ങളുടെ കുടിയേറ്റ വിരുദ്ധ അജണ്ട സമർത്ഥിക്കാൻ തീവ്ര വലതുപക്ഷം നിരത്തുന്ന പ്രചാരണങ്ങൾ ഇനിയുമുണ്ട്. മുസ്ലിം കുടിയേറ്റക്കാർക്കിടയിലെ കുറ്റകൃത്യങ്ങൾ മുതൽ രാജ്യസുരക്ഷ വരെയുള്ള ആശങ്കകൾ. എന്നാൽ ഫ്രാൻസിലും UK-യിലുമെല്ലാം മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അരികുവൽക്കരിക്കപ്പെടുന്നവർക്ക് പ്രത്യാശ നൽകുന്നു. നന്ദി.